ഹായ് ഫ്രണ്ട്സ്, അല്ലൂസ് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു ബജ്ജിയുമായിട്ടാണ്. പല ടൈപ്പും ബജ്ജികളുണ്ട്. മുളക് ബജ്ജി, അല്ലെങ്കിൽ സവോള ബജ്ജി, അല്ലെങ്കിൽ കോളിഫ്ലവർ ബജ്ജി, മുട്ട ബജ്ജി. എത്ര ടൈപ്പ് ബജ്ജികൾ ഉണ്ടെങ്കിലും നമ്മൾ മലയാളികൾക്ക് ഇച്ചിരി കൂടുതൽ ഇഷ്ടം മുളക് ബജ്ജിയോടാണ് അല്ലേ? കാരണം നമുക്ക് ഇച്ചിരി എരിവൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ഇന്നലെ ഞാൻ സൂപ്പറിൽ പോയപ്പം മുളക് ബജ്ജി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മുളക് ഉണ്ട്. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വിഭവം മുളക് ബജ്ജി തന്നെ ആവട്ടെ എന്ന്. അപ്പം ഞാൻ ഇന്ന് മുളക് ബജ്ജി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓളും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് മിസ്സാവത്തില്ല. അപ്പം നമുക്ക് ബജ്ജി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ 3 മുളകാണ് എടുത്തിരിക്കുന്നത്. ഞാനത് നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് മുഴുവനോടുകൂടി ഫ്രൈ ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ അരിയെല്ലാം കളഞ്ഞ് നമുക്ക് എടുക്കാം. അപ്പം അതിൻ്റെ തണ്ട് നിർത്തി വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. മൈദ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, പക്ഷേ കൂടുതൽ ടേസ്റ്റ് കടലമാവും അരിപ്പൊടിയും ആണ്. അരിപ്പൊടിക്ക് പകരം നമുക്ക് റവ ചേർത്താലും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയോ അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതിയാകും. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ കൂടുതൽ കളറും കിട്ടും, വേറെ ഫുഡ് കളറിൻ്റെ ആവശ്യമില്ല. മുളക് പൊടി ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ നല്ല എരിവുള്ള മുളകാണെങ്കിൽ നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനുശേഷം നമുക്ക് 1/4 ടീസ്പൂൺ കായം കൂടെ ചേർത്ത് കൊടുക്കണം. കായം പൊടിയാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ബാറ്റർ റെഡിയാക്കാം. വെള്ളം കുറേശ്ശെ വേണം നമുക്ക് ഒഴിച്ച് കൊടുക്കാൻ. ഇപ്പം ബാറ്റർ റെഡിയാക്കിയ ശേഷം വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ച് കടലമാവും കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പം നല്ലതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഈ ഒരു അളവിലായിരിക്കണം നമ്മുടെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചൂടാക്കിയെടുക്കാം. നല്ലതുപോലെ ഓയിൽ ചൂടായതിന് ശേഷം മാത്രമേ നമുക്ക് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. ഓയിൽ ചൂടായില്ല എന്നുണ്ടെങ്കിൽ മുളക് ബജ്ജിയിൽ ഒത്തിരി എണ്ണയായിരിക്കും. നമ്മൾ ചില ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി എണ്ണ വരുന്നത് നമ്മുടെ ഓയിൽ കറക്റ്റായിട്ട് ചൂടാവാത്തതുകൊണ്ടാണ്. നമുക്കിനി ഓരോന്ന് ഈ മാവിൽ മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുത്ത് 2 വശവും മറിച്ചിട്ട് കൊടുത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് നന്നായി ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് കടലമാവിൻ്റെ കളറൊക്കെ മാറി നല്ല റെഡിഷ് ആവാറുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഇതാവുമ്പോഴത്തേക്ക് നമുക്കിത് വാങ്ങാം. റെഡി ആയിട്ടുണ്ട്, നല്ല റെഡ് കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി ഒരു കിച്ചൺ ടവലിലോട്ടോ അല്ലെങ്കിൽ കിച്ചൺ പേപ്പറിലോട്ടോ മാറ്റാം. അതിനുശേഷം നമുക്ക് ബാലൻസ് ഉള്ള മുളകും കൂടെ നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ടേസ്റ്റിയായിട്ടുള്ള മുളക് ബജ്ജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും മുളക് ബജ്ജി ഉണ്ടാക്കി കഴിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്